ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കടലാസ് പോലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മാത്രമല്ല നമുക്ക് ഡിന്നർ ആയിട്ടും അതുപോലെ തന്നെ ലഞ്ച് ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പം നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് കറികളുടെ ആവശ്യം പോലില്ല. അത്രയും സോഫ്റ്റ് ആയിട്ടും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും വന്ന് കണ്ടു നോക്കാം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പം നമുക്കിതിലേക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൈദ എത്ര എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചോറും കൂട്ടി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4 കപ്പ് മൈദ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 2 കപ്പ് ചോറും അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ഈ ഒരു ടൈമിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കയ്യിലേക്ക് ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ചിട്ടാണ് ഈ ഒരു ഡോ വെച്ച് കൊടുത്തിട്ടുള്ളത്. മേലിലും കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റാം. അപ്പോൾ അതൊരു 10 മിനിറ്റിൻ്റെ ശേഷം നമ്മുടെ ഈ ഒരു മാവ് ഡബിളായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ഡോ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. അപ്പം നമുക്ക് കുറച്ച് ബോൾസുകളാക്കിയിട്ട് ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. എന്നിപ്പോൾ ഈക്വൽ ആയിട്ടുള്ള കുറച്ച് ബോൾസുകളാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കാം. അപ്പം ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് വേണ്ടത്. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് ഉള്ളിലേക്കൊന്ന് പ്രസ്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല ഷേപ്പിലുള്ളൊരു ബോൾസ് ആക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഞാനെല്ലാം അതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്നൊരു ഡോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയിട്ടെടുക്കാം. ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശായിട്ട് മൈദ തൂവി കൊടുത്തിട്ട് നമുക്കിത് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയിട്ടെടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് നല്ല തിന്നായിട്ട് തന്നെ പരത്താൻ കഴിയുന്ന അത്രയും പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് തന്നെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നമ്മൾ എല്ലായിടത്തും മൈദ ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കി കൊടുക്കാം. ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും മടക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അവിടെയും ഇതുപോലെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് മാത്രം നമ്മളിതിൽ എണ്ണ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് ആ ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മളിതിൻ്റെ മേലേക്കും മൈദ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതിൻ്റെ മേലേക്ക് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളൊരു വെളിച്ചെണ്ണയാണ്. എന്നിട്ട് അതിൻ്റെ മേലേക്കും മൈദ തൂവി കൊടുത്തിട്ടുണ്ട്. ബാക്കി സൈഡും കൂടി ഇതുപോലെ തന്നെ മടക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എത്ര ലെയറായിട്ട് നിങ്ങൾക്ക് മടക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രയും ലെയറായിട്ട് തന്നെ മടക്കിയിട്ടെടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഒരു പൊറോട്ട ഉണ്ടാക്കിയിട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ലെയർ കിട്ടും. അതിനനുസരിച്ച് നമ്മുടെ ഒരു പൊറോട്ട സോഫ്റ്റ് ആവും ചെയ്യും. എല്ലായിടത്തും ഈ ഒരു പ്രോസസ്സ് തന്നെ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കൂടി ഞാനിതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു 2 കപ്പ് മൈദ വെച്ചിട്ട് 8 പൊറോട്ടയാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ മതി.
ഇനിയിപ്പോൾ ഇതിന്ന് ഞാൻ ഒന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂവി കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണ്ട, കുറച്ച് മൈദ തൂവി കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നത്ര തിന്നായിട്ട് തന്നെ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഈ ഒരു പൊറോട്ട ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം.